അല്ലെ ചെറുകുളഞ്ഞിയുടെ ഭാഗമായിരിക്കുന്ന ഈ സ്ഥലത്ത് നിന്നുകൊണ്ട് ഞങ്ങള് ഒരിക്കൽ കൂടെ ക്രിസ്തീയ മതവിശ്വാസികളുടെ മുമ്പിൽ നമ്മുടെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിനുള്ള ദൈവസ്നേഹവും പാപമോചനവും ഈ പ്രതികൂലമായിരിക്കുന്ന ഈ കാലാവസ്ഥയിലും മഴയുടെ നടുവിൽ നിന്ന് ഞങ്ങൾ പ്രസംഗിക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ വീണ്ടും അംഗീകരിക്കേണ്ടതായിട്ടുണ്ട്. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ഇത്ര കഠിനമായിരിക്കുന്ന അനുഭവത്തിൽ കൂടെ പോകുമ്പോഴും ദൈവദാസന്മാരെ നിങ്ങളെ അടുക്കലേക്ക് അയക്കുന്നത് വഴി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഞങ്ങളെ കർത്താവ് സ്നേഹിക്കുന്നുണ്ട്, ഞങ്ങളെ തള്ളിക്കളഞ്ഞിട്ടില്ല എന്നൊരു കാര്യം നിങ്ങൾ ഇന്ന് ഉറപ്പായിട്ടും വിശ്വസിച്ചാലേ കഴിയത്തുള്ളൂ പ്രിയരെ. എന്നാൽ നോക്കുവിന് ഈ ഐത്തള ദേശങ്ങളെ പറ്റി, ഈ ചെറുകുളഞ്ഞ ദേശങ്ങളെ പറ്റി, ഈ അയിരൂർ ദേശക്കാരനായിരിക്കുന്ന എനിക്കൊരു അറിവുണ്ട്. ആത്മഹത്യകളുടെ നാട്, അനേകം ആത്മഹത്യകൾ നടന്ന നാട്, അനേകം മദ്യപാന്മാരുടെ നാട്, സുബോധമില്ലാതെ നടക്കുന്നവരുടെ നാട്. ഇങ്ങനെ ഒരു അറിവ് ഞങ്ങളുടെ അയിരൂർ പഞ്ചായത്തിൽ പോലും പ്രസിദ്ധമാണെന്നുള്ള സത്യം നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിന്. ആകയാൽ നോക്ക് പ്രിയരെ, കഴിഞ്ഞ കാലങ്ങളിൽ എത്രയോ യൗവനക്കാര് ഈ ദേശങ്ങളിൽ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. എത്രയോ മറ്റു വിധമായിരിക്കുന്ന കുടുംബ തകർച്ചകൾ ഈ ദേശത്തുണ്ടായിട്ടുണ്ട്. ഇന്നും അതിഭയാനകമായിരിക്കുന്ന മദ്യപാനാസക്തിയിൽ കുടുംബങ്ങൾ കലങ്ങിപ്പോയ ക്രിസ്തീയ ഭവനങ്ങൾ തന്നെ എന്റെ ചുറ്റുമുണ്ടെന്നുള്ള കാര്യം എനിക്ക് വ്യക്തമായിട്ട് അറിയാം. എന്നാൽ നോക്ക് പ്രിയരെ, എന്തുകൊണ്ടാണ് ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ അപജയങ്ങൾ ഉണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് ഒരു ക്രിസ്ത്യാനി പിന്നെയും കണ്ടുപിടിക്കുന്നത്? എന്തുകൊണ്ടാണ് നമ്മൾ ഓരോ ദിവസവും കഠിനമായിരിക്കുന്ന വേദനയിലും പാപത്തിലും ആയിരിക്കുന്നതിന്റെ കാരണം എന്തെന്ന് മാത്രം നിങ്ങളോട് പറയാം. മഴയായതുകൊണ്ട് അല്പസമയം കൊണ്ട് ഞാൻ പ്രസംഗം നിർത്തും. യഥാർത്ഥമായിട്ടും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തില് ഒരു പാപം ഭയങ്കരമായിട്ട് വ്യാപരിക്കുന്നു. അല്ലയോ ക്രിസ്തീയ മതവിശ്വാസികളായിട്ടുള്ളവരെ, മറ്റുള്ളവരായിട്ടുള്ളവരെ, കഠിനമായിരിക്കുന്ന പാപത്തിന്റെ ചങ്ങലകളിൽ നിങ്ങൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ് നമ്മളൊക്കെ മദ്യപിക്കുന്നതും മറ്റ് തെറ്റായിരിക്കുന്ന വഴിയിൽ കൂടെ നടക്കുന്നതും. അപ്പോഴെന്താണ്? കള്ളു കുടിക്കരുതെന്ന് പറയാനല്ല ഞങ്ങൾ നിൽക്കുന്നത്. ഒരു മനുഷ്യൻ കള്ളു കുടിക്കുന്നതിന് പല വിധമായിരിക്കുന്ന കാരണങ്ങളുണ്ട്. എന്താണെന്നറിയാമോ? കള്ളു കുടിക്കുന്നവന് പോലും അറിയാം കള്ളു കുടിക്കുന്നത് തെറ്റാണെന്ന്. പക്ഷെ അവൻ അതിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിപ്പാൻ ഇന്നവരെ കഴിഞ്ഞിട്ടില്ല. എന്നാൽ നിങ്ങളുടെ സകല പാപത്തിൽ നിന്നും വെടിവെപ്പാൻ കഴിയുന്ന ഒരു വിശ്വാസ ജീവിതം നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ ഇന്ന് ഈ പകൽക്കാലം ആരംഭിക്കുവാൻ നിങ്ങൾക്ക് കഴിയും. ആകയാൽ ഒരുവൻ മദ്യപിക്കുന്നതിന്റെ പലവിധമായിരിക്കുന്ന കാര്യങ്ങൾ എന്താണ്? ചില പുരുഷന്മാർ കള്ളുകൂടി തുടങ്ങുന്നത് വീട്ടിലെ വഴക്ക് കൊണ്ടാണ്. ഭാര്യമാരുടെ ഇടപെടലില്ലാത്ത വഴക്ക് കൊണ്ട് ചില പുരുഷന്മാർ സ്വസ്ഥതയില്ലാതെ കള്ളു കുടിക്കുന്നു. ചില പുരുഷന്മാരെന്താണ്? കഠിനമായിരിക്കുന്ന ജോലിയുടെ കാഠിന്യ നിമിത്തം, ഓവർലോഡ് എടുക്കുന്ന നിമിത്തം ആശ്വാസത്തിനായിട്ട് കള്ളു കുടിക്കുന്നു. പണ്ട് ഒരിക്കൽ ഒരു പള്ളിയിലെ തിരുമേനി എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ ഇങ്ങനെ പ്രസംഗിച്ചു: എടാ, നിങ്ങളുടെ പിള്ളേരെ കൊണ്ട് കഠിനമായിരിക്കുന്ന വേല ചെയ്യല്, തൊഴിലാളികളെ കൊണ്ട് കഠിനമായിരിക്കുന്ന ജോലി ചെയ്യല്, അവരെല്ലാം മദ്യപാനികളായിട്ട് തീർന്നു പോകുമെന്ന്. ജീവിതത്തിലെ കഠിനമായിരിക്കുന്ന വിചാരങ്ങളിലും നാളെ പറ്റിയുള്ള ഭാരങ്ങളിലും മറ്റു വിധമായിരിക്കുന്ന അസ്വാഭാവികമായിരിക്കുന്ന അനുഭവത്തിലും ആശ്വാസം കിട്ടുവാനായിട്ടാണ് ചിലര് മദ്യഷാപ്പുകളിലേക്ക് പോകുന്നത്. അത് പിന്നെ എന്താണ്? അത് പിന്നെ കൂടുതലായിട്ട് നമ്മുടെ ജീവിതത്തില് അതുകൊണ്ട് തികയാതെ വന്നിട്ട് പിന്നെ കഞ്ചാവായി മറ്റു മയക്കുമരുന്നായി ഇങ്ങനെ കഠിനമായിരിക്കുന്ന അനുഭവത്തിലേക്ക് മനുഷ്യർ കടന്നു പോവുകയാണ്. പണ്ട് തൃശ്ശൂർ ജില്ലയില് അശോകൻ എന്ന് പറഞ്ഞൊരു ചുമടെടുപ്പുകാരനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ജോലി എന്താണ്? ചന്തയിൽ ചുമടെടുക്കുകയാണ്. അദ്ദേഹത്തിന് ഒരു പ്രശ്നമുണ്ടായി. കഠിനമായിരിക്കുന്ന തലവേദനയുണ്ടായി. കഠിനമായിരിക്കുന്ന തലവേദന ഉണ്ടായിട്ട് തനിക്ക് എന്താണ്? എല്ലാ ഹോസ്പിറ്റലിലും പോയിട്ടും ഈ തലവേദന മാറ്റുവാൻ കഴിയത്തില്ല. അപ്പോൾ ഒരു സ്നേഹിതൻ ഒരു ഉപദേശം എടുത്താൽ കഞ്ചാവ് വലിച്ചാൽ മതി, തലവേദന പോകുമെന്ന്. അദ്ദേഹം എന്താണ്? കഞ്ചാവ് വലിക്കാൻ വേണ്ടിയിട്ടല്ല, തലവേദന പോകുവാൻ വേണ്ടിയിട്ടാണ് കഞ്ചാവ് വലി ആരംഭിച്ചത്. പക്ഷെ കഞ്ചാവ് വലിച്ചിട്ടൊന്നും തലവേദന കൂടിയില്ല. അതിന്റെ ഡോസ് കൂട്ടി വന്നു. പിന്നെ എന്താണ്? ഈ ഹാഷിഷ് ഓയില്, ഇങ്ങനെ അസാധാരണമായിരിക്കുന്ന വീര്യമുള്ള എല്ലാ മയക്കുമരുന്ന് കഴിച്ചിട്ടും അവന് പ്രിയപ്പെട്ടവന് തലവേദന മാറിയില്ല. എന്നാൽ ആത്മഹത്യ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവിടെ ആത്മഹത്യകൾ ഒത്തിരി ഉണ്ടല്ലോ. അതിനൊരു കാരണമുണ്ട്. ഈ അശോകൻ എന്ന് പറഞ്ഞ ഈ ഹിന്ദു സഹോദരന് ആത്മഹത്യ ചെയ്യാൻ അങ്ങ് തീരുമാനിച്ചു. എന്നാൽ പിന്നെ ഇന്ന് കെട്ടിട്ടാവുന്ന ചാകിയല്ലയോ എന്ന് വെച്ചുകൊണ്ട് രാവിലെ ഇങ്ങനെ കിടക്കയിൽ കിടന്നുകൊണ്ട് അന്ന് റേഡിയോയ്ക്കകത്തുള്ള പ്രഭാഷണമുണ്ട്. രാവിലെ സിലോണിൽ നിന്ന് ഒരു പ്രഭാഷണം വരും. അതാരാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. പേര് ഓർമ്മയുണ്ടോ? അതിങ്ങനെ വെറുതെ രാവിലെ ട്യൂൺ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഈ സിലോണിൽ നിന്ന് വരുന്ന പ്രസംഗം കേൾക്കുകയാണ്. ആ പ്രസംഗത്തിന്റെ ഇടയ്ക്ക് ഇങ്ങനെ പറയുന്നു: മകനെ, നിന്റെ പാപമാണ് നിന്റെ സകല വേദനകൾക്കും കാരണം. അയ്യോ, അവൻ പറയുന്നത് കേൾക്കുകയാണ്. എന്നോട് സംസാരിക്കുന്ന പോലെ അശോകൻ എന്ന് തോന്നുകയാണ്. മകനെ, നിന്റെ പാപമാണ് നിന്റെ എല്ലാ വേദനയ്ക്കും കാരണം. അവൻ അവിടെ നിർത്തി. അവൻ അത് ശ്രദ്ധിച്ചു. ആ പ്രസംഗം തന്നോട് സംസാരിക്കുന്നത് പോലെ അവനക്ക് തോന്നുകയാണ്. അവൻ അവിടെ എന്താണ്? അവസാനം ആ പ്രഭാഷകൻ പറയാണ്: നീ ഇന്ന് നിന്റെ പാപങ്ങളെ കർത്താവിന്റെ സന്നിധിയിൽ
താഴ്ത്താമോ? നിനക്ക് യേശുക്രിസ്തുവിന് വേണ്ടി നിന്റെ ജീവിതം സമർപ്പിക്കാമോ? നിന്റെ രോഗങ്ങളും വേദനകളും അവൻ ഇന്ന് തന്നെ മാറ്റുമെന്ന് ആ പ്രഭാഷകൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഒരു ക്രിസ്തീയ മതവിശ്വാസി അല്ലാത്തത് കൊണ്ട് യേശുക്രിസ്തുവിന്റെ വചനം അതുപോലെ അങ്ങ് വിശ്വസിച്ച് കേട്ടോ. നമുക്കല്ലയോ കർത്താവിന്റെ വചനം രണ്ടാം തരമായിട്ടിരിക്കുന്നത്? ഇത്രയും നാളും കേട്ടിട്ട് കർത്താവിന്റെ ആ ഇഷ്ടം തിരിച്ചറിയാൻ കഴിയാതിരിക്കുന്നത് ക്രിസ്തീയ മതവിശ്വാസികൾക്ക്. എന്നാൽ ഒരു ഹിന്ദു മതവിശ്വാസിയായിരുന്ന അശോകന് ആ വാക്ക് കേട്ടുടനെ പൂർണ്ണമായിട്ടും വിശ്വസിച്ച് അവൻ ആ കട്ടിൽ നിന്ന് താഴേക്ക് ഇറങ്ങി തന്റെ മുഴങ്കാലം അടക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു, യേശുവേ, നീ ജീവനുള്ള ദൈവമാണെങ്കിൽ, എനിക്ക് രോഗത്തിൽ നിന്നും ഈ തലവേദനയിൽ നിന്ന് മാറ്റം തരുവാൻ നിനക്ക് ശക്തനാണെങ്കിൽ, ഇന്നിതാ ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു, എന്റെ ജീവിതം മുഴുവൻ ഞാൻ നിനക്ക് വേണ്ടി സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് വിശ്വാസമില്ല, കാരണം അവന് ഹിന്ദു ആയതുകൊണ്ട് അവന് വിശ്വാസം ഉണ്ടായിരുന്നു. ആ ക്ഷണത്തിൽ അവന്റെ തലവേദന പോയി. വർഷങ്ങളായിട്ട് അവൻ അനുഭവിച്ച കഠിനമായിരിക്കുന്ന വേദനയിൽ അവൻ വെടിവെക്കപ്പെട്ടു. അവൻ അവന്റെ പാപ വഴികളെ വിട്ടുതിരിഞ്ഞു. അവനെന്താണ് ഇനി യേശുക്രിസ്തുവിനെ എല്ലാവരോടും പറയണം. ഒറ്റ ക്രിസ്ത്യാനി അവന്റെ ദേശത്തില്ല, ഒരു ബൈബിൾ അവൻ വായിച്ചിട്ടില്ല, കണ്ടിട്ടുമില്ല, അല്ലെങ്കിൽ ശ്രദ്ധിച്ചിട്ടുമില്ല. അവൻ എന്ത് ചെയ്തെന്നറിയാമോ? ഈ സാക്ഷ്യം പറയുവാൻ വേണ്ടി അവൻ തുണ്ട് കടലാസുകളിൽ ഞാൻ തലവേദനയാൽ ഭാരപ്പെട്ടിരുന്നവനാണ്, ഞാൻ കഠിനനായിരിക്കുന്ന രോഗിയായിരുന്നു, യേശുക്രിസ്തു എനിക്ക് സൗഖ്യം തന്നുവെന്ന് ഒരു കടലാസില് അവൻ എന്താണ് ഇങ്ങനെ പേനയും കൊണ്ട് എഴുതിയിട്ട് അനേക തുണ്ടുപേപ്പറുകളിൽ ഇത് എഴുതി എല്ലാ വീടുകളിലെയും ഗേറ്റിൽ കൊണ്ടിടുവാൻ തുടങ്ങി. എല്ലാ വീടുകളുടെയും അകത്തേക്ക് കൊണ്ടിടുവാൻ തുടങ്ങി. പ്രിയരെ, ആ മനുഷ്യന്റെ വിശ്വാസം അവനെ രക്ഷിക്കുന്നു. ഏത് വിശ്വാസം? ആ യേശുക്രിസ്തുവിനുള്ള വിശ്വാസം. നോക്ക് പ്രിയരെ, നിങ്ങൾ ഈ ദേശത്ത് കഠിനമായിരിക്കുന്ന ആത്മഹത്യകളും മദ്യപാന ആസക്തികളും കുടുംബ തകർച്ചകളും കൊണ്ട് ഈ ദേശം നശിക്കുമ്പോൾ അതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? നിങ്ങളുടെ അവിശ്വാസം നിമിത്തമാണ്. ഏതാണ് വിശ്വാസം നിങ്ങൾക്ക് വേണ്ടത്? ഇതാ ദൈവത്തിന്റെ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് വിളിച്ചു പറയുന്നു, ദൈവം ഒരുവനത്രേ, ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ ഏക മധ്യസ്ഥതയുള്ളൂ. നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായിട്ട് തന്റെ പ്രാണനെ വിട്ടുകൊടുത്ത മനുഷ്യനായ യേശുക്രിസ്തു. ഒരിക്കൽ കൂടെ പറയാം, ദൈവം ഒരുവനത്രേ, ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ ഏക മധ്യസ്ഥതയുള്ളൂ. നമ്മുടെ പാപത്തിന് പരിഹാര ബലിയായിട്ട് തന്റെ പ്രാണനെ വിട്ടുകൊടുത്ത മനുഷ്യനായ യേശുക്രിസ്തു എന്നുള്ള വിശ്വാസത്തിലേക്ക് നിങ്ങൾക്ക് ഇന്നേ വരെ കടന്നു വരുവാൻ കഴിയാത്തത് കൊണ്ട് സാത്താന്റെ പാപങ്ങൾ നിങ്ങളുടെ ഉള്ളത്തിൽ എന്താണ് രാജാക്കന്മാരെ പോലെ വാണുകൊണ്ട് അവൻ നിങ്ങളെ മോഷ്ടിപ്പാനും മുടിപ്പാനും അറപ്പാനും അല്ലാതെ ദുഷ്ടൻ വരുന്നില്ല. അതേ പ്രിയരെ, അവിശ്വാസിയുടെ ഹൃദയം സകലവിധമായിരിക്കുന്ന പാപങ്ങളാൽ നിറയപ്പെട്ട് അവൻ നരകാഗ്നിയിലേക്ക് ഒഴുകി പോകുവാൻ വിധിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നോക്ക് പ്രിയരെ, ഞങ്ങൾക്ക് നിങ്ങളോട് പറയുവാനുള്ള ഒരു കാര്യം, ഈ ദേശത്തുള്ള സകല ദേശനിവാസികളോടും പറയുവാനുള്ള കാരണം, ഇപ്പോഴിവിടെ അപ്പുറത്തിരിക്കുന്ന ഒരു അപ്പച്ചൻ ഇങ്ങനെ പറയുകയാണ്, ഞാനൊന്നും കള്ളു കുടിച്ചിട്ടില്ല, എന്റെ ജീവിതത്തിൽ ഞാൻ കള്ളു കുടിച്ചിട്ടേ ഇല്ല. അതിനെന്താ അപ്പച്ച? കള്ളുകുടിയന്മാരോട് അല്ലല്ലോ ഞങ്ങൾ സംസാരിക്കുന്നത്. എന്നാലും അപ്പച്ചൻ ഒരു പാപിയല്ലയോ? അപ്പച്ചൻ എന്നാലും ഇപ്പൊ മരിക്കുകയാണെങ്കിൽ നരകത്തിലേക്കല്ലേ പോകുന്നത്? കാരണം അപ്പച്ചന് ഇന്നലെയും ഞായറാഴ്ചയും സാക്ഷ്യം പറഞ്ഞതില്ലയോ ഞാൻ പാപിയാണെന്ന്? അപ്പോൾ ഇന്ന് മരിച്ചാൽ എങ്ങോട്ടാണ് പോകുന്നത്? കള്ളുകുടിയന്മാരോട് കൂടെ നരകത്തിലേക്കാണ്. ആകിയാൽ നോക്ക് പ്രിയരെ, കള്ളു കുടിക്കാത്ത അപ്പച്ചനാകട്ടെ, കള്ളു കുടിക്കുന്ന യൗവനക്കാരനായിരിക്കുന്ന നീ ആയിക്കോട്ടെ, കഞ്ചാവ് വലിക്കുന്ന മറ്റുള്ളവരായിക്കോട്ടെ, പ്രിയരെ, തെറ്റായിരിക്കുന്ന രീതിയിൽ ഇമ്മോറാലിറ്റിയിൽ കൂടെ നടക്കുന്നവരായിക്കോട്ടെ, ഞങ്ങൾ നിങ്ങളോട് കാര്യം പറയാം, പാപത്തിന്റെ ശമ്പളം മരണമാണ്. ഓരോ ദിവസവും നമ്മൾ ഈ ജീവിതത്തിൽ മതഭക്തിയിലും ആ തിന്നും കുടിച്ചും ആനന്ദിച്ചും ഭക്ഷിച്ചും ഒക്കെ എന്താണ് കൂട്ടുകാരോട് കൂടി മറ്റുള്ളവരെ പരിഹസിച്ചും ഒക്കെ കടന്നു പോകുമ്പോൾ നിങ്ങളൊരു കാര്യം ചിന്തിച്ചു കൊള്ളണം, ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ മരിക്കും, ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ മരണം വഴിയായിട്ട് ഭൂമി വിട്ടുപോകും. അതിനുശേഷം എന്താണ് പ്രിയപ്പെട്ടവരെ, മരിച്ചതിന് ശേഷം എന്താണ് നിങ്ങൾക്ക് അറിവില്ലാത്തത് കൊണ്ടാണ്, ദൈവഭയം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ പാപം ചെയ്യുന്നത്. എന്താണ് ദൈവഭയം നിങ്ങൾക്കറിയാമോ? ഞാനത് പറഞ്ഞു തരാം. ദൈവഭയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ചില ചെറുപ്പക്കാരിങ്ങനെ വെല്ലുവിളിക്കാറില്ലയോ, ദൈവം എന്നോട് പറഞ്ഞാലും ഞാൻ അനുസരിക്കത്തില്ലടാ എന്നൊക്കെ. എടാ, ദൈവം പറഞ്ഞാലും ഞാൻ കേൾക്കത്തില്ലെന്നൊക്കെ പല ഉന്നതന്മാരില്ലയോ? നിങ്ങളിൽ ചിലർ അങ്ങനെ തന്നെയാണ്. എന്നാൽ പ്രിയരെ, ദൈവഭയം എന്താണെന്ന് ഞാനൊരു കഥയിൽ കൂടെ, ഒരു സംഭവകഥയാണോ എന്ന് എനിക്ക് അറിയത്തില്ല, ഞാൻ എന്റെ ബാല്യത്തിൽ കേട്ട ഒരു കാര്യമാണ്. ഒരു വൃദ്ധയായിരിക്കുന്ന ഒരു വിധവയായിരിക്കുന്ന സ്ത്രീ ഒരിടത്തുണ്ടായിരുന്നു കേട്ടോ. ആ വൃദ്ധയും വിധേയമായിരിക്കുന്ന ഈ അമ്മച്ചിക്ക് ആകെ ഒരു തൊണ്ട് ഭൂമിയെ ഉണ്ടായിരുന്നുള്ളൂ. അതിനകത്തെ നാളികേരങ്ങളും അതിനകത്തെ കുരുമുളകും ഒക്കെ വിറ്റാണ് ഈ ഏകയായിരിക്കുന്ന മക്കളില്ലാത്ത ഈ വിധവയായിരിക്കുന്ന അമ്മച്ചി ജീവിച്ചു വന്നിരുന്നത്. എന്നാൽ ആ ദേശത്ത് കയ്യുകൊള്ള ഒരു യൗവനക്കാരന് പാർട്ടികളോടും എന്താണ് അധികാരസ്ഥന്മാരോടും കൂടെ ചേർന്ന് അവരുടെ ആ നല്ല വിലമതിപ്പുള്ള ചെറിയ വസ്തു അവന്റെ പേരിലാക്കി.
ഈ പാപം വൃദ്ധ സകല വാതിലുകളും മുട്ടി എന്റെ ആകെ ഉപജീവനമായിരിക്കുന്ന എന്റെ പിതൃസ്വത്തായിരിക്കുന്ന ഈ 3 സെന്റ് സ്ഥലം എന്റെ പേരിലേക്ക് മടക്കി കിട്ടുവാൻ എല്ലാ വില്ലേജ് ഓഫീസിലും കയറി ഇറങ്ങി ഉള്ള അധികാരികളുടെ മുമ്പിൽ പെട്ടു. എന്നാൽ പ്രിയരെ അവൾക്ക് വേണ്ടി വാദിക്കുവാൻ ആരുമില്ലാതിരുന്നത് കൊണ്ട് ആരും അവിടെ വാക്ക് ചെവിക്കൊണ്ടില്ല. അവസാനം ഈ വൃദ്ധ നീതി കിട്ടാതെ മരണാസന്നമായിട്ട് കട്ടിലിൽ കിടക്കുകയാണ്. അപ്പോൾ അവൾ ആ യൗവനക്കാരനെ വിളിപ്പിച്ചു. തന്റെ വസ്തു കൈക്കലാക്കി യൗവനക്കാരനെ വിളിച്ചിട്ട് പറഞ്ഞടാ, ഞാൻ മരിക്കാൻ പോകുക, എനിക്ക് നീതി ഭൂമിയിൽ കിട്ടിയിട്ടില്ല. എന്നാൽ മുകളിൽ നിന്ന് ഒരുവൻ ഇതെല്ലാം കാണുന്നുണ്ടെന്ന് നീ ഓർത്തുകൊള്ളണം. എന്താണ് പറഞ്ഞത്? മുകളിൽ നിന്ന് ഒരുത്തൻ ഇതെല്ലാം കാണുന്നുണ്ടെന്ന് നീ ഓർത്തുകൊള്ളണം. പ്രിയപ്പെട്ടവരെ, എന്താണ് അമ്മച്ചി പറഞ്ഞെന്നറിയാമോ? എടാ, ഇന്ന് ഞാൻ മരിക്കും, നാളെ നീയും മരിക്കും. എന്നാൽ മരിച്ചതിന് ശേഷം നീയും ഞാനും മുകളിൽ നിന്ന് കാണുന്ന ദൈവം തമ്പുരാന്റെ, അമ്മയുടെ ഭാഷയിൽ പറഞ്ഞ ദൈവം തമ്പുരാന്റെ മുമ്പിൽ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന ന്യായാധിപതിയായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ മുമ്പില് നിങ്ങളുടെ സകല രഹസ്യങ്ങളും വഞ്ചനകളും തുറന്നു കാട്ടുന്ന ഒരു ന്യായവിധി ദിവസമുണ്ട്. എടാ യൗവനക്കാര, അന്ന് നീ എന്ത് ചെയ്യും? ഇതാ യെശയ്യാവ് വിളിച്ചു പറയുന്നു, യൗവനക്കാരെ, നിങ്ങളുടെ നെകളിച്ച കണ്ണുകളെന്ന് താഴും, അന്ന് ചങ്ങലകളാൽ ബന്ധിച്ച് നിങ്ങൾ നരകവിധിയിലേക്ക് എറിയപ്പെടും. ആകയാൽ ലോകപ്രിയരെ, നമ്മൾ ഈ ലോകത്തിൽ പാപം ചെയ്യുന്നതിന്റെ കാര്യം എന്താണെന്നറിയാമോ? ദൈവഭയമില്ല. ഞാൻ മരിക്കുമെന്നും മരിച്ചതിന് ശേഷം ദൈവത്തിന് മുമ്പിൽ കണക്ക് കൊടുക്കണമെന്നുള്ള ബോധം നമുക്കില്ലാത്തത് കൊണ്ട് നമ്മൾ ദുർനടപ്പ് ആചരിക്കുന്നു, തോന്നിയ പോലെ സംസാരിക്കുന്നു. നിന്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കിനും ന്യായവിധി ദിവസം കണക്ക് കൊടുക്കേണ്ടിയിരിക്കാല് എന്താണ് ദൈവഭയം വിട്ടുപോയത് കൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, സകലരും തോന്നിയ പോലെ വായിൽ തോന്നിയതെല്ലാം സംസാരിക്കുകയാണ്. ഒരു ലജ്ജയും കൂടാതെ ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കാതെ ഉന്നത പാപത്തിൽ എല്ലാവരും നരകാക്കിലേക്ക് ഒടുങ്ങിപ്പോകുന്നു. ഒറ്റ കാരണമേ ഉള്ളൂ, ദൈവം ഒരുവനത്രേ, ദൈവത്തിനും മനുഷ്യർക്കുമിടയിൽ ഏക മധ്യസ്ഥതയുള്ളതെന്നുള്ള പൗലോസ്ലീഹയുടെ വചനത്തെ നമ്മൾ അംഗീകരിച്ചില്ലെന്നുള്ള ആ ഒറ്റ കാരണത്താൽ. എന്നാൽ ലോകപ്രിയരെ, എന്തുകൊണ്ടാണ് പൗലോസ്ലീഹ അങ്ങനെ പറഞ്ഞെന്നറിയാമോ? നമ്മുടെ എല്ലാവരുടെയും പാപത്തിന്റെ ശിക്ഷയേറ്റത് യേശു ക്രിസ്തുവാണ്. എവിടെ? ദൈവത്തിന്റെ കോടതിയുടെ മുമ്പില്, ദൈവത്തിന്റെ നിയമപുസ്തകത്തിന്റെ മുമ്പില്. പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവകോടതിയുടെ മുമ്പില് എന്റെ പാപങ്ങളെ ചുമന്ന് ദൈവസന്നിധിയില് നമുക്ക് പ്രവേശിപ്പാൻ കഴിയാത്ത പാപത്തിന്റെ ശിക്ഷ യേശു ക്രിസ്തു ഏറ്റിരിക്കുന്നു. ഇത് ഞാൻ ഈ ജംഗ്ഷനിൽ നിന്ന് തന്നെ വളരെ വട്ടം പ്രസംഗിച്ചിട്ടുള്ളവനാണ്. അതുകൊണ്ട് ആ വിഷയം അധികം സംസാരിക്കുന്നില്ല. അതുകൊണ്ട് നോക്കപ്രിയരെ, ആ പാപമുള്ളിടത്തോളം കാലം നമുക്ക് ദൈവത്തോടു കൂടെ ജീവിപ്പാൻ കഴിയത്തില്ല. നമ്മൾ പള്ളികളിൽ സാധാരണ പറയുന്ന ഒരു കാര്യമുണ്ട്, ദൈവമേ നീ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. എന്നിട്ട് അതേ നാവ് കൊണ്ട് തന്നെ നമ്മൾ പറയുന്നു, ഞാൻ പാപിയും ദോഷിയുമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, പാപിയും ദോഷിയുമായിരിക്കും നിനക്ക് പരിശുദ്ധനായിരിക്കുന്ന ദൈവത്തോടു കൂടെ മരണാന്തരം സ്വർഗീയവാസം സാധ്യമല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് പാപമോചനം ലഭിക്കേണ്ടതിന് ഞങ്ങൾ അധികാരത്തോടും നിങ്ങളോടുള്ള അഗാധമായിരിക്കുന്ന സ്നേഹവും കൊണ്ട് നിങ്ങളോട് കൽപ്പിക്കുന്നത് എന്തെന്നാൽ, നിങ്ങളുടെ ഉന്നത പാപങ്ങളെ താഴ്ത്തണം, മതഭക്തികളെ വിട്ടുകളയണം. അതേ കാൽവരി ക്രൂശിൽ യേശു ക്രിസ്തു മരിക്കുമ്പോൾ ആ തിരശീല രണ്ടായിട്ട് മന്ദിരത്തിലെ തിരശീല മുകൾ തൊട്ട് താഴെ വരെ കീറപ്പെട്ടത് കൊണ്ട് ദൈവത്തിന് മനുഷ്യനോടുള്ള ശത്രുത്വം നീക്കപ്പെട്ടുവെന്നും ഇനി വിശ്വസിക്കുന്ന ഏവർക്കും യേശു ക്രിസ്തുവിൻ മുഖാന്തരം ദൈവത്തിന്റെ അടുക്കലേക്ക് നേരിട്ട് കടന്നു ചെല്ലുവാൻ ദൈവം ജീവന്റെ പുതുവഴി പുതിയ നിയമം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ള സത്യസുവിശേഷം ഞങ്ങൾ നിങ്ങളോട് ഘോഷിക്കുന്നു. ആകിയാൽ തിരശീല കീറിയത് വഴി ദൈവം യാഗം നിർത്തലാക്കി. ഇനി അത് യാഗം നിർത്തലാക്കിയത് പൗരോഹിത്യമില്ല, പൗരോഹിത്യം തീർന്നുപോയി, തിരശീല കീറപ്പെടുകയും ചെയ്തുകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ പ്രാപിപ്പാൻ വിശ്വസിക്കുന്ന ഏവർക്കും സാധ്യമാകേണ്ടതിന് ദൈവസന്നിധിയിലേക്ക് മാനസാന്തരപ്പെട്ട് കടന്നു വന്ന് നിങ്ങളുടെ പാപങ്ങളിൽ നിന്ന് മോചനം നേടണമെന്നുള്ള ദൈവത്തിന്റെ ഇഷ്ടം ഞങ്ങൾ അറിയിക്കുന്നു. പൗലോസ്ലീഹ പ്രിയപ്പെട്ടവരെ ന്യായപ്രമാണത്തിന്റെ കീഴിലിരുന്നവനാണ്. എന്നാൽ യേശുക്രിസ്തുവിനെ അറിഞ്ഞപ്പോൾ തല്ലുകൊണ്ടും തുപ്പലേറ്റുകൊണ്ടും മരണവിധി കാത്തുകൊണ്ട് അവൻ സകല ജനങ്ങളോടും വിശേഷാൽ യഹൂദന്മാരുടെ ഇടയിലും സുവിശേഷം ഘോഷിച്ചത് നിങ്ങൾ അറിയണം. ജന്മനായ യഹൂദന്മാരല്ല പ്രിയരെ. നിങ്ങൾ ചിലര് പറയുന്നു നിങ്ങൾ യഹൂദന്മാരാണെന്ന്. എന്നാൽ ജനനം കൊണ്ട് ആരും യഹൂദനാകട്ടെ യവനനാകട്ടെ എല്ലാവരും പാപം ചെയ്ത് ദൈവസന്നിധിയിൽ നിന്ന് മാറ്റപ്പെട്ടവരാണ്. അതുകൊണ്ട് ലോകപ്രിയരെ, ഉന്നത പാപങ്ങളെ താഴ്ത്തി മേഖലകളെ വിട്ട് നിങ്ങൾക്ക് പാപമോചനം ലഭിക്കേണ്ടതിനും സകലവിധമായിരിക്കുന്ന പാപ സ്വഭാവങ്ങൾ നിങ്ങൾ വീണ്ടെടുക്കപ്പെടേണ്ടതിനും എല്ലാ മനുഷ്യരും മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിലേക്ക് തിരിയണമെന്ന് ദൈവം കൽപ്പിക്കുന്നു. അതേ ഉന്നത പാപങ്ങളെ നഗരഹൃദയങ്ങളെ നിങ്ങൾ താഴ്ത്തുവിനും മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിനോട് തിരിഞ്ഞ് ആ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിനോട് ചേരുവാൻ തടസ്സമായിരിക്കുന്ന പാപത്തിൽ നിങ്ങളെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം നിങ്ങൾ സ്നാനമേറ്റ് അവന്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ദൈവത്തിന്റെ മക്കളും വിശുദ്ധരുമായിട്ട് ആ കർത്താവിന്റെ ന്യായവിധിയിൽ നിന്നും അല്ലെങ്കിൽ എന്താണ് നരക ശിക്ഷയിൽ നിന്നും മരണവിധിയിൽ നിന്നും രൂപാന്തരപ്പെട്ടുകൊണ്ട് ഈ ഭൂമിയിലും മരിക്കുമ്പോഴും മരിച്ചതിന് ശേഷവും എന്നേക്കുമുള്ള നിത്യാനന്ദത്തിലേക്ക് പ്രവേശിച്ചുകൊള്ളുമെന്ന് ഘോഷിച്ചുകൊണ്ട് ഈ പ്രസംഗം ഇവിടെ നിർത്തുകയാണ്. കേട്ട ഏവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നന്ദി.
ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, നല്ല പൽക്കാലത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഈ ജംഗ്ഷനിലും കടന്നു വന്ന് അവിടുത്തെ നാമത്തെ ഘോഷിപ്പാൻ, ദിവ്യ സമാധാനത്തെക്കുറിച്ച് പറയുവാൻ ഞങ്ങൾക്ക് തന്ന നല്ല അവസരത്തിനായി ഞങ്ങൾ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കേട്ട ഹൃദയങ്ങളിൽ മേൽ ദൈവത്തിൻ്റെ